എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മുനക്കൽ മുസിരിസ് അഴീക്കൽ ബീച്ചിലുണ്ട്. നമ്മുടെ അഴീക്കോടുള്ള ബീച്ചിലെ അപ്പോൾ നമ്മുടെ ബീച്ചിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ബീച്ച് ഫെസ്റ്റിവൽ നടക്കേണ്ട അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവും. ബീച്ച് ഫെസ്റ്റിവൽ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡ്രോയിങ്ങിൻ്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് എന്താ പറയുക, മുകളിലേക്ക് കയറി കറങ്ങാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. ഒരുപാട് ഐറ്റംസുകളുണ്ട് മുന്നക്കൽ അഴീക്കൽ ബീച്ചിൽ. നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. ഇത് അധികം ദിവസങ്ങളുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു 1-ാം തീയതി 2-ാം തീയതി വരെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ നേരത്തെയാണ് ഇന്നത്തെ ബീച്ചിൽ വന്നിരിക്കുന്നത്. നമ്മൾ 3 മണിയായപ്പോൾ വന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇടാനായിട്ട് സൗകര്യങ്ങൾ അതിൻ്റെ ഫ്രണ്ടായിട്ട് തന്നെ നമുക്ക് വണ്ടി ഇടാൻ പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ അവിടുത്തെ സ്ഥിതിഗതികൾ അറിയുന്നത്. അതായത് ഒരുപാട് തിരക്കായി പോയിട്ടുണ്ട് ബീച്ചിൽ. അപ്പോൾ ഈ സൈഡിലൊക്കെ അവിടെ പടം വരെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ അപ്പം തന്നെ അവിടെ പെയിൻറ്റിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കാനുള്ള സ്കെച്ച് കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവിടെ പടം വരകളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ബീച്ചിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഓരോ കലാപരിപാടികളായിട്ടും എന്നിട്ട് പറയുക മ്യൂസിക് ഐറ്റംസായിട്ടും കബഡി മത്സരങ്ങളായിട്ടും അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറ്റാവുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ ഡ്രോയിങ്ങിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അവിടെ മുകളിൽ യന്ത്രൂടഞ്ഞാലിൻ്റെ കയറി കളിക്കാൻ പറ്റിയ പിള്ളേർക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുന്നത്. അത് നമ്മുടെ മുന്നിക്കൽ അഴീക്കൽ ബീച്ചിൽ ഒരുക്കിയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ വന്നാൽ തന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. കിലോമീറ്ററോളം വണ്ടികൾ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. നമ്മൾ തിരിച്ചു പോയപ്പോൾ അങ്ങനെയാണ് നമുക്ക് സംഭവിച്ചത്. ഒരുപാട് നമ്മൾ വന്ന വഴിക്കല്ല വിട്ടത്, കുറേ മാറി വേറെ സ്ഥലത്ത് കൂടെ ഉണ്ട് വന്നത്. നമ്മൾ ആദ്യം നമുക്ക് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. 3 മണിയായ സമയത്തൊക്കെ വന്നപ്പോൾ പിന്നീട് ആൾക്കാർ കണ്ടു നിറഞ്ഞ് കവിഞ്ഞ് മൊത്തം ബ്ലോക്കായിരിക്കും. നമ്മൾ വരുന്ന വഴികളെല്ലാം മൊത്തം ബ്ലോക്കായിരുന്നു. അത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വേറെ വഴികളിലൂടെ പോകേണ്ടി വന്നിട്ടാണ്. അപ്പോൾ വരുമ്പോൾ നേരത്തെ വരാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ കിലോമീറ്ററോളം നടക്കേണ്ട ഒരു ടൈം ബീച്ചിലേക്ക് വരുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോൾ ബിസിനസ്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപാട് തിരക്കുകളായിരിക്കും. ആ തിരക്കിലൊക്കെ പ്രതീക്ഷിച്ചിട്ട് വന്നാൽ മതി. നല്ല രസമുണ്ട് കാണാനായിട്ട്. പാടുന്നവരെങ്കിലും കടന്നു വരിക. നിങ്ങൾക്ക് ചെറിയ ഒരു സമ്മാനമാണ് ഗുണാകേവ് കൊടുക്കുന്നുണ്ട്. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? இங்கிலீஷ் கிச்சன். சாத்தவங்க நீங்க நினைக்கிற மாதிரி